ഹരി, നിനക്ക് നിന്റെ അമ്മയുടെ കണ്ണാണ് ഹരി. ഹരി, നീ ആ വിഗ് എടുത്ത് വെച്ചേ, ഞാൻ നോക്കട്ടെ. ഇനി നീ ഈ ബ്ലൗസ് ഇടൂ. Dobby loves to watch. Dobby loves Hermione. Dobby loves to watch Hermione taking a bath. Dobby is a free elf. Ladies and gentlemen, welcome. But before I get into it, I have a riddle for you. Answer my riddle D, for I have riddles 3. What is smelly? What is scaly? What is poopy? And what is shitty? I will tell you the answer. What? A fucking cinephile. Ladies and gentlemen, welcome. This is MND Gaming's new show, The Frame Roast, where we take movies and we dissect them. Because guess what? Movies are fucking Jewish propaganda, and you are not meant to watch more than one movie a day or one movie a week. Because all of these movies are meant to weaken you. അതുകൊണ്ട് this show നമ്മൾ ഇവിടെ മൂവീസും TV ഷോസിനെ എടുത്തിട്ട് we will show you why you shouldn't watch this shit. അതുകൊണ്ട് എൻ്റെ co-host, my dear friend, an avid former cinephile, a former goy, Mr. Skip Trace, and me, excessive yap shoil. If I am the handsomest man here, I am the most intellectual man. I am the most, most brilliant man. Stephen Hawking, who? I don't know that pedophile. This is me who you are talking about. Yeah. So, ഇന്നത്തെ മൂവി ആസ് എ പൈലറ്റ് എപ്പിസോഡ് ഇന്ന് നമ്മളൊരു വെൽ ബിലവഡ് ഫ്രാഞ്ചൈസിനെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് നൺ അതർ ദാൻ എക്സ്പെക്ടോ പെട്രോളിയം. Wingardium Leviosa. അതെ ഗൈസ്, യു ഗെസ്ഡ് ഇറ്റ്, ഇറ്റ്സ് ഹാരി പോട്ടർ. ഞാൻ തന്നെ തുടങ്ങി വെക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, J.K. Rowling, I want to know what J.K. Rowling smoked before writing this shit. Because this shit doesn't make any sense. ഒരു കാര്യം ആലോചിക്കണം പാടാ, ഒരു കാര്യം ആലോചിക്കണം സ്ക്രിപ്റ്റ് റൈസ്. ഒരു കാര്യം ആലോചിക്കണം സ്ക്രിപ്റ്റ് റൈസ്. ഹാരി പോട്ടർ ലിറ്ററലി ഡസന്റ് മേക്ക് എനി സെൻസ്. കാരണം വോൾഡമോർട്ടിന്റെ വില്ലൻ is a fucking school child. സത്യം. All Voldemort has to do to kill Harry is wait till his semester exams end. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പരീക്ഷ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കും. അതൊന്നുമില്ല. ഇങ്ങനെ മന്ത്രവാദമൊക്കെ വിടുന്നതിന് പകരം SSLC എക്സാം ഡിഫിക്കൽട്ടി ഇൻക്രീസ്. അതൊന്നും പറ്റത്തില്ല. ഹാരി പോട്ടർ മെയിൻ ഇതെന്ന് വെച്ചാല് മറ്റേ ഹാരി ഒരു ചോസൺ വണ്ണാണ്. അപ്പൊ ഒരു സ്പെഷ്യൽ ഇതാണ് സ്റ്റാർ വാർസ് റിപ്പ് ഓഫ്. അപ്പൊ അവനെ എല്ലാരും ഭയങ്കര ഫേവറബിൾ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. ലൈക്, ഓ യു ആർ ദ സ്പെഷ്യൽ വൺ, യു ആർ ദ ചോസൺ വൺ ഹാരി, യു ആർ ദിസ് ഹാരി, യു ആർ ദാറ്റ് ഹാരി. സ്റ്റാർ വാർസ് റിപ്പ് ഓഫ്. മീൻ വൈൽ അവിടെ പൈസ കൊടുത്ത് പഠിക്കാൻ വരുന്ന പല പിള്ളേർക്ക് നേരെ ഫുഡ് പോലും കഴിക്കാൻ കിട്ടുന്നില്ല. ഇവന് മാത്രം എല്ലാം കിട്ടും. 10 points to Gryffindor. 10 points to Gryffindor and 500 million to Israel. ഇവൻ ചോസൺ വൺ ആണ്. അതെങ്ങനെ അറിയാം? അത് കാരണം അവന്റെ ഇവിടെ ഒരു വലിയൊരു എണ്ണുണ്ട്. So did Nazis in their uniform. It doesn't make him very better. വേറൊരു ഹാരിയുടെ സൈഡ് കിക്ക് റോണും ഹെർമയനിയും. ഫസ്റ്റ് ഓഫ് ഓൾ, റോൺ അവന്റെ IQ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സിംഗിൾ ഡിജിറ്റ്. And Hermione really ഒരു I get, എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു സ്മാർട്ട് ഫീമെയിൽ ക്യാരക്ടർ. പക്ഷെ ഹെർമയനി സിനിമയില് ഷീസ് നോട്ട് സ്മാർട്ട്, ഷീസ് ഫക്കിംഗ് annoying. എന്ത് പറഞ്ഞാലും സെർബിയൻ ജനസൈഡിന് കാരണക്കാരൻ ആരാണ്? നീയാണോ? അല്ല, എനിക്ക് അറിയാവുന്ന. അതും ആദ്യത്തെ 3 പടത്തില് പൊന്നോ അന്നോ കൈ കിട്ടി ഇടിച്ച് കയറ്റി കൊടുക്കാൻ തോന്നുന്നു. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഹാരി പോട്ടർ സിനിമകളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഭയങ്കര ക്ലെവർ ആക്കാൻ നോക്കും മൂവി. എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ഡെപ്ത് കുത്തി വെക്കാൻ നോക്കും.
മറ്റേ പ്രിസണർ ഓഫ് ആസ്കബാനിലും ഗ്ലോബിലറ്റ് ഓഫ് ഫയറിലൊക്കെ ദേ ലിറ്ററലി ആക്ട് ലൈക്ക് ഹാരിയും വോൾഡ്മോർട്ടും തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുമ്പോൾ എന്തോ മറ്റേ ഗുഡ് വേഴ്സസ് ഈവിൽ തമ്മിലുള്ള ഫൈറ്റ് ആണ്. ഇറ്റ്സ് എ ഫൈറ്റ് ബിറ്റ്വീൻ എ ഗായ് വിത്ത് നോ നോസ് ആൻഡ് എ സ്കൂൾ ചൈൽഡ് ഗോയിങ് ത്രൂ പ്യൂബർട്ടി. ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഹാരിയെ വഴി തെറ്റിക്കണമെങ്കിൽ കുറച്ച് ഫോൺ അവന്റെ ഫോണിലോട്ട് അയച്ചു കൊടുത്താൽ വഴി തെറ്റിക്കും. എന്നിട്ട് ഇതെല്ലാം പോട്ടെ, സിനിമ പോട്ടെ, ലൈക്ക് യു നോ ആർട്ടിസ്റ്റിക് പീസ് വി ക്യാൻ സേ വാട്ട് എവർ. ഫാൻ ബേസിന് ഹാരി പോട്ടർ ഫാൻസിന് നമ്മൾ റിയൽ വേൾഡ് സെനാറിയോസ് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല. You have to always say it in Harry Potter terms. Instead of telling them that their mother and dad are divorcing, you have to say that Gryffindor and Slytherin are splitting up. And 500 points to the divorce lawyer. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. Shit movie, shit franchise, even shittier fans. And even they're rebooting it into TV show. Who asked for it? And probably now Professor Snape is black. Yeah, Professor Snape is black, but we are not going to do that because we love black people. We love black people here. Yeah. But we are not going to focus on that. But we are going to focus on one thing. എന്തിന് അതും ഹാരി പോട്ടറിന്റെ ആ ലോറിലെ വേറെ കഥകളൊക്കെ ആണെങ്കിൽ ഹോഗ്വാർട്സ് ഫൗണ്ടിങ് മെമ്പേഴ്സിന്റെ സ്റ്റോറി അത് ഇഷ്ടംപോലെ ഇടാം. എനിക്കറിയത്തില്ല വോൾഡമോർട്ടിന്റെ ഒറിജിൻ സ്റ്റോറി, അവൻ എങ്ങനെ വോൾഡമോർട്ട് ആയി, ഒരുപാട് കഥകളുണ്ട്. പക്ഷെ അതൊന്നും പറ്റത്തില്ല. ആൻഡ് ഈ വോൾഡമോർട്ടിന്റെ വേറൊരു ഇതാണ് ഈ ഹാരി പോട്ടർ ഇതിൽ ഒരുത്തുണ്ട്. വോൾഡമോർട്ടിൽ ലിറ്ററലി എല്ലാരും പറയുന്നത് ഹി ഹു മസ്റ്റ് നോട്ട് ബി നെയിംഡ് എന്ന് വെച്ചാൽ അവന്റെ പേര് സംസാരിച്ചാൽ പോലും നമുക്ക് ദുർഭാഗ്യ വരത്തുള്ളൂ എന്നിട്ടാണ്. ഹൗ മെനി പീപ്പിൾ ഡിഡ് വോൾഡമോർട്ട് കിൽ? 7. My man Ratko Mladic killed 20,000 in the Serbian genocide. 20,000. ഈ വോൾഡമോർട്ടിന്റെ അനാവശ്യമായിട്ട് ബിൽഡപ്പ് ആണ്. ലൈക്ക് ഹി ഹു മസ്റ്റ് നോട്ട് ബി നെയിംഡ്, ദ ഡാർക്ക് ലോർഡ്. മൂന്ന് പടത്തിൽ എന്റെ അമ്മ എന്ത് ബിൽഡപ്പ്. എന്നിട്ട് he gets one shotted by a teenager getting his first chest hair. He get one shotted by a teenager. എന്നിട്ട് മറ്റേ വോൾഡമോർട്ട് ഇൻവിൻസിബിൾ ആണ്, ഹി ഈസ് ഇമ്മോർട്ടൽ. കാരണം അവന്റെ സോള് സ്പ്ലിറ്റ് ചെയ്ത് അവൻ കുറെ പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ പാർട്ട്? ഒരു പാമ്പ്, ഒരു കല്ല്. ഇതിനെക്കാട്ടി നല്ലത് ഇവ സോള് സ്പ്ലിറ്റ് ചെയ്തിട്ട് വല്ല സ്റ്റോക്ക് ഇൻഡെക്സിൽ ഇട്ടിരുന്നെങ്കിൽ ഒരിക്കലും അത് തകരത്തില്ലല്ലോ. What kind of a shitty movie is this? ഒരു പിടുത്തമില്ല. ലൈക്ക് അത് സംബന്ധിച്ച് ആ സമയത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറെ സ്കൂളിൽ പഠിക്കുന്ന പാടങ്ങൾ എന്ന് വെച്ചാൽ സ്കൂളിൽ പറ്റുള്ള പഠിക്കത്തുമില്ല. സ്കൂളിൽ മൊത്തം എല്ലാം താറ്റി ഇതാക്കി ഇടും. ഒരു വീട്ടിൽ വരുമ്പോൾ ഹാരി പോട്ടർ വന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കും, ഹോഗ്വാർട്സിൽ നിന്ന് ലെറ്റർ വന്ന എന്നെ ഹോഗ്വാർട്സിൽ കൊണ്ടുപോകുമോ. പണ്ടൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്ലാറ്റ്ഫോം 9 ക്വാർട്ടർ എവിടെയാണ്? ഒരു തൂണേ ഉള്ളൂ. 9 and 3/4 ആ തൂണിലോട്ട് ഇടിച്ച് കയറ്റിയാൽ മതി, നേരെ കൊണ്ട് കയറി കൊടുക്കുക. അപ്പോഴേ ടെർമിനൽ ബ്രെയിൻ ഇൽനെസ് പിടിച്ച് പിന്നെ കാണുന്നതെല്ലാം ഹാരി പോട്ടർ ആയിരിക്കും. Let's be honest, Dumbledore was a pedophile. He was grooming these kids. കാരണം എത്ര ഡേഞ്ചർ ആവട്ടെ, ലൈക്ക് ആ സ്കൂളിൽ വോൾഡമോർട്ട് വന്ന് അഴിഞ്ഞാടിയാൽ പോലും അവര് പിള്ളേരെ വീട്ടിലോട്ട് വിടത്തില്ല. ലൈക്ക് നിങ്ങൾ അതിന് വീട്ടിൽ പോകണമെങ്കിൽ വിടുന്നില്ലേ, കാരണം നിങ്ങൾ ചത്താ അവ എന്നെ കൊല്ലും. ഡംബിൾഡോർ പീഡോഫൈൽ ചെയ്ത സംഭവം ഈ ഹാരി പോട്ടർ സിനിമയ്ക്കകത്തെ ഒരു ബാത്റൂമിൽ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ അറിയാമോ? അവൾ എങ്ങനെ യഥാർത്ഥത്തിൽ മരിച്ചത്? ഡംബിൾഡോർ ഡംബിൾഡോറിന്റെ ഫയൽസ് ഇറക്കേണ്ടി വരും. ദ ഹോഗ്വാർട്സ് ഫയൽസ്. 10 points to Gryffindor. അതാണ് ഈ പോയിന്റ്സ് പറയുമ്പോൾ ലൈക്ക് എല്ലാ പടത്തിലും ഇവരെ സ്കൂൾ അക്കാഡമിക് അവസാനത്തെ 2 പടത്തിൽ മാത്രം ഇല്ല. ലൈക്ക് അവിടെ അടി ബഹളമൊക്കെ. അത് ടോട്ടൽ 8 പടമല്ലേ? 8 പടം. ആദ്യത്തെ 6 പടം ഇതിലാണെങ്കിൽ ബാക്കി ഹൗസിൽ ഹഫുൾ പഫ്, സ്ലിതറിൻ, പിന്നെ മറ്റേ പേരെന്തോന്നായിരുന്നു, റേവൻക്ലോ. ഈ 3 ഹൗസും കിടന്ന് കഷ്ടപ്പെട്ട് ഇവര് ടൂർണമെന്റും അതും ഇതും കളിച്ചും നല്ല കണക്ക് പിള്ളേരൊക്കെ ഇരുന്ന് പഠിച്ച് ഒരുവിധം എങ്ങനെയെങ്കിലും പോയിന്റ് എല്ലാം ഇതാക്കി വരുമ്പോൾ ലാസ്റ്റ് പ്ലോട്ട് ആർമർ കാരണം ഡംബിൾഡോർ വന്ന് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ടൈ എല്ലാരും ഇങ്ങനെ
കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. 500 points to Gryffindor. സത്യം സത്യം ലാസ്റ്റ് മറ്റേ ഡിന്നർ സമയത്ത് വന്നിട്ട് ഈ 4 ഹൗസസിന്റെ കോൺട്രിബ്യൂഷൻ നോക്കും. ഓ ഹഫിൾ പഫ് ഹൗസ്, ഓ നിങ്ങൾ കുറെ വീടില്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾ വീട് വെച്ച് നൽകിയില്ലേ, 20 points. ഓ റേവൻ ക്ലോ ഹൗസ്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ആസ്തിയില്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തല്ലേ, 30 points. സ്ലിതറിൻ ഹൗസ്, ഓക്കെ നിങ്ങൾ ഇത് ചെയ്തല്ലേ, ഓക്കെ 30 points. ഗ്രിഫിൻഡോർ നിങ്ങൾ എന്ത് ചെയ്തു, അത് ഹാരി വാണ്ട് വെച്ചൊരു പയ്യനെ കൊന്നു, ഓക്കെ 500 billion points. To Gryffindor. To Gryffindor. It doesn't Gryffindor make wins. sense. Gryffindor. ബാക്കി ദിവസമൊക്കെ വാണങ്ങൾ, ബാക്കി ദിവസം വാണങ്ങൾ, അതിലിരിക്കുന്നവന്മാരെല്ലാം ഇൻസൾസും കഴുതകളുമാണ്. ദേ ആർ ലിറ്ററലി ദേ ആർ ടു ഗെറ്റ് കിൽഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ മൂവി. ഈ ഹാരി പോട്ടറിൽ മറ്റേ സോർട്ടിംഗ് ഹാറ്റ് ഉണ്ടല്ലോ, മറ്റേ ഹൗസ് തിരിക്കുന്ന ഹാറ്റ്, ലൈക്ക് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ പോയി അതിന്റെ അടിയിൽ ആ ഹാറ്റ് നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകളൊക്കെ എടുത്തിട്ടാണ് ഹൗസ് ഇതാക്കുന്നത്. വാട്ട് ഇഫ് ഹാരി ഹാസ് ലൈക്ക് എക്സ്ട്രീമിസ്റ്റ് ടെൻഡൻസീസ്? അവൻ പോയിട്ട് ആ തൊപ്പി എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഐ സോർട്ട് യു ഇൻ ടു ഐസസ്, ഇപ്പോഴത്തെ പുതിയ പ്രൊഫസർ അല്ലേ സ്നേഹിപ്പ്, പുള്ളിക്കാരന്റെ തലയിൽ ആദ്യമായിട്ട് ഹാറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് സ്ട്രേറ്റ് ടു അസ്കബാൻ, സ്കൂളിൽ കേട്ടത്തില്ല, സ്ട്രേറ്റ് ടു അസ്കബാൻ. എനിക്ക് ഈ മൂവിയിൽ ഒരിക്കലും മനസ്സിലാവാത്തൊരു സംഭവം, ഒരിക്കലും എനിക്ക് മനസ്സിലായിട്ടില്ല. കാണുന്ന ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി തരണം. വൈ വാസ് സിറിയസ് ബ്ലാക്ക് വൈറ്റ്? സത്യം സത്യം, വൈ വാസ് ഹി വൈറ്റ്? സിറിയസ് ബ്ലാക്ക്, a white character. I was expecting a black guy to be Sirius Black and he was shooting his wand sideways. I don't understand that. പിന്നെ വേറൊരിത് ലൈക്ക് ആ സിനിമയിൽ വേറൊരിതെന്ന് വെച്ചാലേ അവര് ഈ സിനിമ ഭയങ്കര എൻഡിയറിംഗ് ആക്കാൻ നോക്കും. കാരണം ഗോബ്ലറ്റ് ഓഫ് ഫയറിൽ അവർ മറ്റേ റോബർട്ട് പാറ്റിൻസന്റെ സെഡ്രിക് ഡിഗറെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് അവനെ കഴുതയെ പോലെ തല്ലിക്കൊല്ലും അവിടെ. The point is the whole movie is shit. ബുക്ക് എനിക്ക് അറിഞ്ഞൂടാ, ബിക്കോസ് ഐ കാൻ റീഡ്. സോ അതുകൊണ്ട് ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. I cannot read. So movie is shit. എല്ലാരും CG അടിപൊളിയാണ്. Okay. And Dobby was a pervert. അവ എപ്പോഴും ആവശ്യമില്ലാത്ത സ്ഥലത്ത് ടെലിപ്പോർട്ട് ചെയ്തു വരും. Who knows if Hermione is taking a shower and this motherfucker is watching their jerking his little elf dick off while he's watching her. എന്നിട്ട് അവള് തിരിയുമ്പോൾ ടെലിപ്പോർട്ട് ചെയ്തു പോകും. Like bruh. Dobby loves to watch. Dobby loves Hermione. Dobby loves to watch Hermione taking a bath. Dobby is a free elf. Dobby has voyeurism fetish. What? Harry Potter 2-ൽ the villain, the evil creature is a snake. അതിനെ തോപ്പിക്കാൻ ഹാരി കുറെ പാടുപെടും. ആ സമയത്ത് വാവാ സുരേഷിനെ വല്ല കൊണ്ടുവന്നിരുന്ന ആ പാമ്പ് എന്ന് ചാക്കി കയറിയെന്ന് ചോദിച്ചാൽ മതി. വാവാ സുരേഷ് വന്നിട്ട് എന്തൊരു വാൻഡോ, ഡയറിയ, ഹോർക്രക്സാ, ഒരു PVC പൈപ്പ്, ഒരു ചാക്കും. പടം 10 മിനിറ്റ് കൊണ്ട് തീരും. 10 മിനിറ്റ് കൊണ്ട് തീർന്നു. മറ്റേ പിള്ളേരൊക്കെ അവിടെ മറ്റേ സ്റ്റോൺ ആയിട്ടിരിക്കുന്ന സമയത്ത് വാവാ സുരേഷ് വന്നിട്ട് ഇത് പൈപ്പിൽ കൂടെ പാമ്പുണ്ട്. ആദ്യത്തെ 6 പടം അത് ഇപ്പം ഒന്ന് ആൾക്കാർ പോയി കണ്ടുവെക്കുകയാണെങ്കിൽ എത്ര റെപ്പറ്റേറ്റീവ് ആണെന്ന് അറിയാമോ? ഭയങ്കര റെപ്പറ്റേറ്റീവ്, ഒടുക്കത്തെ റെപ്പറ്റേറ്റീവ്. കാരണം അവസാനം ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹാരി ജയിക്കും. അവൻ ജയിച്ചു. എല്ലാരും ലൈക്ക് സ്കൂളിൽ വരുന്നു, സ്കൂളിൽ അക്കാഡമിക് ഇയർ തുടങ്ങുന്നു, പകുതിയാകുമ്പോൾ ക്രിസ്മസ് ആവുന്നു, പിന്നെ ബ്ലാ 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 ബ്ലാ, അവസാനം ഒരു ഫൈറ്റ്, ഹാരി ജയിക്കുന്നു. 500 points to Gryffindor. 500 points to Gryffindor. റോണിനൊന്നും പറ്റത്തില്ല, ഹെർമയോണിക്കൊന്നും പറ്റത്തില്ല. കൂടെ നിൽക്കുന്ന എല്ലാരെയും പട്ടികളെ പോലെ എല്ലാരെയും പട്ടികളെ കണക്ക് കൊല്ലും. എന്നിട്ട് മറ്റേ ഹാഫ് ബ്ലഡ് പ്രിൻസിൽ ഡംബിൾഡോർ മരിക്കുന്ന ഇത് ഭയങ്കര എന്തോ വലിയ പ്ലോട്ട് ആയിട്ട് എല്ലാരും പറയുന്നുണ്ട്. ആ സിനിമയുടെ തുടക്കത്തിൽ തന്നെ അവന്റെ കൈ അഴുകി വരുന്ന ഇത് കാണിക്കും. If you have like 2 brain cells, you can actually understand that he will die at the end of the movie. Again, I didn't read the book because I cannot read, so I guessed it from the get go. പിന്നെ ഹാഫ് ബ്ലഡ് പ്രിൻസ് സ്നേപ്പ് ആണെന്നുള്ളൊരു കാര്യം. Look, he was evil from the beginning, so it is no brainer. നമുക്ക് also a simp, the biggest simp. ഹരി, നിനക്ക് നിന്റെ അമ്മയുടെ കണ്ണാണ് ഹരി, നീ ആ വിഗ് എടുത്ത് വെച്ചേ, ഞാൻ നോക്കട്ടെ, ഇനി നീ ബ്ലൗസ് ഇടൂ.
Oh, fuck off. എന്നിട്ട് ആ മറ്റേ സ്നേപ്പിന്റെ മറ്റേ റിവീൽ ഉണ്ടല്ലോ, അവന് ഹാരിയുടെ അമ്മയടുത്ത് ഇത്രയും കാലമായിട്ട് പ്രണയമാണെന്നുള്ളൊരു കാര്യം. അത് കണ്ടപ്പോ എല്ലാരും മറ്റേ കണ്ണീന്ന് കണ്ണീരൊക്കെ വന്നു. എന്ന് നിന്റെ മൊയ്തീൻ പോലുണ്ട്, എന്ന് നിന്റെ സ്നേപ്പ്, എന്ന് നിന്റെ സെവറസ്. എടാ അവള് സെവറസ് ലില്ലി, ഹാരിയുടെ മദറിന്റെ പേര് ലില്ലി. ലില്ലി വേറെ തന്നെ കെട്ടി അവന്റെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. യവൻ ഈ സിംബൻ ഇവിടെ നിന്ന് എന്റെ ലില്ലി, എന്റെ ലില്ലി, മാജിക് വാണ്ട്, ഡിക്കസ്, ബീറ്റസ്. ലില്ലി. Like bro, Snape was a simp. His Snape name was should be Severus Simp. Severus Simp. Fuck's sake. The only good part about this movie is Helena Bonham Carter as Bellatrix Lestrange. Yup. ആകെ കൂടെ അഭിനയിക്കാൻ അറിയാവുന്ന ഒരൊറ്റ ആള് അതിന്റെ അകത്ത് കൊണ്ടുവന്നു. The best girlfriends can be found in the worst mental asylums. So you know. പുള്ളിക്കാരുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. All in all, പിന്നെ Draco Malfoy. Amazing guy. എപ്പോഴും Draco Malfoy കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. You have to bully the orphan child first. You have to always belittle his confidence. You always have to flex your family's money. ഇതൊക്കെ ചെയ്യണം. You have to always do that. So yeah, overall, shite movie, shite franchise, shite books. കാരണം if you expect me to read a book of 750 pages, buddy, let me tell you, I don't read because I cannot. Make it like 10 pages and fill it up with coloring pages. എന്നാ ഞാൻ വായിക്കാം. This has been episode 1 of Frame Roast by MNT Gaming. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ്, എക്സ്പെക്ടോ പട്രോണം, and we will release the next episode. Till then, see ya. Wouldn't wanna be ya. And avada kavadra.